ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഷഹാന. ഒരുപാട് നാളുകൾക്ക് ശേഷം അല്ലെ, ഒരുപാട് കാത്തിരുന്നതിന് ശേഷമാണ് നമ്മളുടെ UGC നെറ്റ് ആൻസർ കീ, പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുള്ളത്. സോ ഈ ഒരു പ്രൊവിഷണൽ ആൻസർ കീ വരുമ്പോൾ NDA നമുക്ക് ചലഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടെ തുറന്നു തരും. അങ്ങനെ നമ്മുടെ എക്കണോമിക്സിന്റെ ഭാഗത്ത് നിന്നും ചലഞ്ച് ചെയ്യുന്നതിനുള്ള 100% നമുക്ക് ചലഞ്ച് ചെയ്യണം എന്നുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 ക്വസ്റ്റ്യൻസ് ആണ് വിത്ത് പ്രൂഫ് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാനായിട്ട് കഴിയുന്നത്. ഓക്കെ, സോ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് വിൽ ബി ദി തേർഡ് ഡെറിവേറ്റീവ് ഓഫ് ദി ഫോളോയിങ് നാഷണൽ ഫങ്ഷൻസ്? ഇതിന്റെ തേർഡ് ഡെറിവേറ്റീവ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് എന്ന് പറയുന്ന ഫ്രാക്ഷന്റെ തേർഡ് ഡെറിവേറ്റീവ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ക്വസ്റ്റ്യൻ ID വരുന്നത് 7687818512 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ ID. അതിന് NTA നൽകിയിട്ടുള്ള ആൻസർ ഓപ്ഷൻ 1 ആണ്. അതായത് 768781333165 എന്ന് പറയുന്ന ഈ ഐഡിയിൽ വരുന്ന ഓപ്ഷൻ ആണ് NTA കറക്റ്റ് ആയിട്ട് നൽകിയിട്ടുള്ളത്. പക്ഷെ നമ്മുടെ മാത്തമാറ്റിക്കൽ റൂൾ വെച്ചിട്ട്, ഡിഫറൻഷ്യൽ റൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? NTA കൊടുത്തിട്ടുള്ള ആൻസർ അട്ടർ ഫ്ലോപ്പ് ആണ് എന്ന് പറയാനായിട്ട് കഴിയും. അതൊരിക്കലും വരുന്നില്ല. തേർഡ് ഡെറിവേറ്റീവ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ 2 ആണ്. ഓപ്ഷൻ 2 ആണ് നമ്മുടെ തേർഡ് ഡെറിവേറ്റീവ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് ഡെറിവേറ്റീവ് 1 പ്ലസ് എക്സ് ഓൾ റൈസ് ടു -2 എന്ന് വരും. സെക്കൻഡ് ഡെറിവേറ്റീവ് -2 1 പ്ലസ് എക്സ് റൈസ് ടു -3. NTA ഇത് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് NTA ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ആക്ച്വൽ ആൻസർ ക്വസ്റ്റ്യൻ തേർഡ് ഡെറിവേറ്റീവ് ആണ്. തേർഡ് ഡെറിവേറ്റീവ് ഇതിനെ വീണ്ടും ഡെറിവേറ്റ് ചെയ്യണം. അതിനെ വീണ്ടും ഡെറിവേറ്റ് ചെയ്ത് നമുക്ക് തേർഡ് ഡെറിവേറ്റീവ് കിട്ടുന്നത് 6 ഓഫ് 1 പ്ലസ് എക്സ് ഓൾ റൈസ് ടു -4. അതായത് ഓപ്ഷൻ 2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. നിങ്ങളുടെ ഓപ്ഷൻ ID, അതായത് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ID വരുന്നത് 768781333166 എന്ന് പറയുന്ന ID ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇത് റോങ് ആണ്. ഇതിന് പ്രൂഫ്, നിങ്ങൾക്ക് എന്ത് പ്രൂഫ് നൽകാനായിട്ട് കഴിയും? യെസ്, നമ്മളുടെ ഡിഫറൻസിയേഷന്റെ ഏതൊരു സ്റ്റാൻഡേർഡ് ബുക്കിലെയും സിമ്പിൾ ആയിട്ട് നമുക്ക് നമ്മളുടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നമുക്ക് നാഷണൽ ലെവലിലുള്ള ഏതൊരു സിലബസിൽ നിന്നുമുള്ള ഡിഫറൻസിയേഷൻ റൂൾ എടുത്തിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രൂഫ് കൊടുക്കാനായിട്ട് പറ്റും. നമ്മളുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഏത് SC ഗുപ്തന്റെ ബുക്ക് ആവാം, അല്ലെങ്കിൽ നമ്മുടെ +1 +2ന്റെ NCERTന്റെ ബുക്ക് ആവാം. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു റൂൾ കൃത്യമായിട്ട് കിട്ടുകയും അതിന്റെ കോപ്പി എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇത് 100% ചലഞ്ച് ചെയ്യാനായിട്ട് കഴിയും. നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല, ഒരിക്കലും നഷ്ടപ്പെടില്ല. ഇതിന്റെ ആൻസർ NTA കൊടുത്തത് അട്ടർ ഫ്ലോപ്പ് ആണ്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു സെക്കൻഡ് ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചലഞ്ച് ചെയ്യാനായിട്ട് കഴിയും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഇതാ, ഈ ഒരു ക്വസ്റ്റ്യൻ. ഇൻ ദി ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് P value is known as. P value ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സിൽ P value എന്താണ് എന്നതാണ് ചോദ്യം. എന്താണ് P value എന്നതാണ് ചോദ്യം. അതിന്റെ ആൻസർ ആയിട്ട് NTA കൊടുത്തിട്ടുള്ളത് എക്സാക്ട് പ്രോബബിലിറ്റി ഓഫ് കമ്മിറ്റിംഗ് എ ടൈപ്പ് 1 എറർ ആണ്. NTAയുടെ ആൻസർ അതാണ് വരുന്നത്. ആൻസർ ശരിയാണ്. P value എന്ന് ചോദിച്ചാൽ എക്സാക്ട് പ്രോബബിലിറ്റി ഓഫ് കമ്മിറ്റിംഗ് എ ടൈപ്പ് 1 എറർ എന്നുള്ളത് കറക്റ്റ് ആണ്. പക്ഷേ ഇവിടുത്തെ പ്രോബ്ലം എന്താന്ന് ചോദിച്ചാൽ അത് മാത്രമല്ല നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നിങ്ങൾ ഈ ഓപ്ഷൻ 3ലേക്ക് ഒന്ന് നോക്കിയേ. ദി ലോവസ്റ്റ് സിഗ്നിഫിക്കൻസ് ലെവൽ അറ്റ് വിച്ച് ഹൈപ്പോത്തസിസ് ക്യാൻ ബി റിജക്റ്റഡ്. ഇതും എന്ത് തന്നെയാണ്? P value ആണ്. അതായത് NTA ചോദിച്ച ഈ ക്വസ്റ്റ്യന്, P value എന്നുള്ള ക്വസ്റ്റ്യന് 2 ഓപ്ഷൻസും കൃത്യമായിട്ട് വരും. ബോത്ത് 1 and 3 എന്നുള്ളത് നമുക്ക് ഇപ്പൊ 1 ചൂസ് ചെയ്തവരും ഉണ്ടായിരിക്കും, 3 ചൂസ് ചെയ്തവരും ഉണ്ടായിരിക്കും. രണ്ടും കറക്റ്റ് ആണ്. പക്ഷെ NTA ഒരു ആൻസർ മാത്രമാണ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. അവിടെ നമുക്ക് ചലഞ്ച് ചെയ്യണ്ടേ? ചലഞ്ച് ചെയ്യണം. നിങ്ങൾക്ക് 7687818507 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ID ഉള്ള ക്വസ്റ്റ്യന് NTA കൊടുത്തിട്ടുള്ള ഓപ്ഷൻ ID എന്ന് പറയുന്നത്, കറക്റ്റ് ഓപ്ഷൻ ID എന്ന് പറയുന്നത് 768781333145 ആണ്. പക്ഷേ അതിന്റെ കൂടെ ഓപ്ഷൻ 3 എഴുതിയവർക്കും മാർക്ക് കിട്ടേണ്ടതാണ്.
കറക്റ്റ് ആൻസർ ആയിട്ട് 7687813347 കറക്റ്റ് ആൻസർ ആയിട്ട് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇതിനുള്ള തെളിവ് എന്ന് പറയുന്നത് നമ്മളുടെ ദാമോദർ എൻ ഗുജറാത്തിയുടെ ബേസിക് എക്കണോമെട്രിക്സ് എന്ന് പറയുന്ന ബുക്ക് ഉണ്ട് അല്ലെ. ബേസിക് എക്കണോമെട്രിക്സ് ആരുടെ? ദാമോദർ എൻ ഗുജറാത്തിയുടെ ബേസിക് എക്കണോമെട്രിക്സില് ഇതാ പേജ് നമ്പറും കൂടെ കൃത്യമായിട്ട് പറഞ്ഞു തരാം. 122 ദാമോദർ എൻ ഗുജറാത്തിയുടെ ബേസിക് എക്കണോമെട്രിക്സിലെ 122 പേജിന്റെ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യനെ ചലഞ്ച് ചെയ്യാനായിട്ട് കഴിയും. ഞാൻ ഇവിടെ അതിന്റെ ഈ ഒരു 122 പേജിന്റെ പി വാല്യൂ എന്ന് പറയുന്നത് എക്സാക്ട് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, ദാറ്റ് ദ പി വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു ദാമോദർ എൻ ഗുജറാത്തിൽ നിന്നും എടുത്തിട്ടുള്ള സ്ക്രീൻഷോട്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ പറയുന്നുണ്ട് obtained a given example, it is the p value observed or exact level of significance, the exact probability of committing a type 1 error. അതുപോലെ തന്നെ അതിൽ പറയുന്നുണ്ട് ലോവസ്റ്റ് സിഗ്നിഫിക്കൻസ് ലെവൽ അറ്റ് വിച്ച് നൾ ഹൈപ്പോത്തസിസ് ക്യാൻ ബി റിജക്റ്റഡ്. മാത്രമല്ല ഇതും കൂടെ അവിടെ കൊടുക്കുന്നത് ലോവസ്റ്റ് സിഗ്നിഫിക്കൻസ് ലെവൽ അറ്റ് വിച്ച് ഹൈപ്പോത്തസിസ് ക്യാൻ ബി റിജക്റ്റഡ്. അതർവൈസ് അല്ലെ, ഒന്നെങ്കിൽ എന്ത് പറയാം നമുക്ക് ഇതിന് NTA പറഞ്ഞതുപോലെ എക്സാക്ട് പ്രോബബിലിറ്റി ഓഫ് കമ്മിറ്റിംഗ് എ ടൈപ്പ് 1 എറർ എന്ന് പറയാം. അതുപോലെ ലോവസ്റ്റ് സിഗ്നിഫിക്കൻസ് ലെവൽ അറ്റ് വിച്ച് ഹൈപ്പോത്തസിസ് ക്യാൻ ബി റിജക്റ്റഡ് എന്നുള്ളതും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു സ്ക്രീൻഷോട്ട് വെച്ചിട്ട് ദാമോദർ എൻ ഗുജറാത്തിയുടെ ബേസിക് എക്കണോമെട്രിക്സ് എന്നുള്ള ബുക്കിലെ 122 പേജിലെ ഈ പി വാല്യൂ എന്നതിന്റെ അണ്ടറിൽ വരുന്ന ഈ ഒരു സ്ക്രീൻഷോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനെ കൃത്യമായിട്ട് എന്ത് ചെയ്യാനായിട്ട് കഴിയും, ചാലഞ്ച് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, നമ്മുടെ 2 ക്വസ്റ്റ്യൻസ് 100% ഷുവർ ആണ്, നമുക്കത് ചലഞ്ച് ചെയ്യാനായിട്ട് കഴിയും. നെക്സ്റ്റ് വൺ നമുക്ക് ചലഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് തേർഡ് വൺ. നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ആണ് 100% ഷുവറോടെ നിങ്ങളോട് ചലഞ്ച് ചെയ്യാനായിട്ട് പറയാനായിട്ട് കഴിയുക. അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻഡ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാ, ക്യാപിറ്റൽ റവന്യൂ ഓഫ് യൂണിയൻ ഗവൺമെന്റ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഫോളോയിങ് ഐറ്റംസ്. നമ്മളുടെ യൂണിയൻ ഗവൺമെന്റിന്റെ ക്യാപിറ്റൽ റവന്യൂവിന്റെ അണ്ടറിൽ പെടാത്തത് ഏത്? നോട്ട് ഇൻക്ലൂഡഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ, ഡെറ്റ്സ്, സ്മോൾ സേവിങ്സ്, ഇൻട്രസ്റ്റ് പേയ്മെന്റ്, ഇവയൊക്കെയാണ് നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ഐഡി ഏതാ? 7687818567 ആണ് ക്വസ്റ്റ്യൻ ഐഡി ആയിട്ട് വരുന്നത്. അതിനെ NTA കൊടുത്തിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. NTA കൊടുത്തിട്ടുള്ള ആൻസർ ഓപ്ഷൻ 4 ആണ്. ID 7687813338. അതായത് NTA ആൻസർ അതാണ്. അത് റോങ് അല്ലേ? നിങ്ങൾ നോക്കൂ, ഡി ഏതാ? ബി ആൻഡ് ഇ ഓൺലി. ക്യാപിറ്റൽ റവന്യൂവിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ബി ആൻഡ് ഇ. ബി എന്ന് പറഞ്ഞാൽ നോൺ ടാക്സ് റവന്യൂ, ഇ എന്ന് പറഞ്ഞാൽ ഏതാ? ഇൻട്രസ്റ്റ് പേയ്മെന്റ്. ഇൻട്രസ്റ്റ് പേയ്മെന്റ് എന്ന് പറയുമ്പോൾ അത് എക്സ്പെൻഡിച്ചർ ആയിട്ട് നമുക്ക് പരിഗണിക്കാം. നോൺ ടാക്സ് റവന്യൂവിനെ നമുക്ക് റവന്യൂ റെസീപ്റ്റ്സ് ആയിട്ട് പരിഗണിക്കാം. അത് മാത്രമാണോ? ഇവിടെ ടാക്സ് റവന്യൂ നിങ്ങൾക്ക് കാണാനില്ലേ? ടാക്സ് റവന്യൂ എന്താണ്? റവന്യൂ റെസീപ്റ്റ് അല്ലേ? ടാക്സ് റവന്യൂ ആയാലും നോൺ ടാക്സ് റവന്യൂ ആയാലും എന്താണ്? റവന്യൂ റെസീപ്റ്റ്സ് അല്ലേ? ക്യാപിറ്റൽ റവന്യൂ അല്ലല്ലോ, ക്യാപിറ്റൽ റെസീപ്റ്റ്സ് അല്ലല്ലോ. അപ്പോ എ ബി ഇ കറക്റ്റ് ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ അല്ലേ? NTA എന്താ കൊടുത്ത്? ബി ആൻഡ് ഇ എന്ന് പറയുന്നതാണ് NTAയുടെ ഓപ്ഷൻ. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എ, ബി ആൻഡ് ഇ ഓൺലി ആണ്. ഓക്കെ ആണോ? സോ ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ 2026-27 യൂണിയൻ ബജറ്റിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ഈ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ വെച്ചാൽ മതി. റവന്യൂ റെസിപ്റ്റ്സ്, അതായത് യൂണിയൻ ബജറ്റിൽ നിന്നും ഈ ഒരു പോർഷന് എടുക്കുക. റവന്യൂ റെസിപ്റ്റ്സ് എന്ന് കൊടുത്തിട്ടുള്ളത് ടാക്സ് റവന്യൂ, അതിന്റെ അണ്ടറിൽ റവന്യൂ റെസിപ്റ്റ്സിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 1 ഈസ് ടാക്സ് റവന്യൂ, സെക്കൻഡ് 1 ഈസ് നോൺ ടാക്സ് റവന്യൂ. അപ്പൊ ഇതിൽ നിന്നും മനസ്സിലായത് ഇത് റവന്യൂ റെസിപ്റ്റ്സ് ആണ് എന്നുള്ളത്. ക്യാപിറ്റൽ റവന്യൂ അല്ല, അല്ലെങ്കിൽ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് അല്ല എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാവുമല്ലോ. ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആയിട്ട് നോൺ ഡെറ്റ് റെസിപ്റ്റ്സ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും എന്ത് വരുന്നത്? നോൺ ടാക്സ് റവന്യൂ. അപ്പൊ ഈ ഒരു സ്ക്രീൻഷോട്ട് വെച്ചിട്ട് തന്നെ, യൂണിയൻ ബജറ്റിന്റെ ഈ ഒരു സ്ക്രീൻഷോട്ട് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാം?
ടാക്സ് റവന്യൂ ഇതിൽ ആൻസർ ആയിട്ട് വരും. എ, ബി ആൻഡ് ഇ ആണ് കറക്റ്റ് ആൻസർ എന്നുള്ളത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് 100% ചലഞ്ച് ചെയ്യാനുള്ള, നമ്മുടെ ക്യാഷ് നഷ്ടമാവില്ല എന്ന് നമുക്ക് ഉറപ്പ് തരാൻ പറ്റുന്ന 3 ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും +1 +2 NCERT ബുക്കിൽ നിന്ന് എടുത്താലും മാത്തമാറ്റിക്സിന്റെ ഡിഫറൻസിയേഷന്റെ ഏത് പാർട്ടിൽ പോയാലും നിങ്ങൾക്ക് ഈ ഒരു റൂള് കൃത്യമായിട്ട് കിട്ടുകയും അതിന്റെ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് നമ്മൾക്കിത് ക്ലൈം ചെയ്യാനായിട്ട് കഴിയുകയും ചെയ്യും. ഈ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ദാമോദർ ഗുജറാത്തിയുടെ ബുക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ക്ലൈം ചെയ്യാനായിട്ട് കഴിയും. തേർഡ് വൺ എന്ന് പറയുന്നത് യൂണിയൻ ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് 2026-27 ബഡ്ജറ്റ് വെച്ചിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, ക്ലെയിം ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് ഉള്ളത്. താങ്ക് യു.